തിരുമ്മി വെച്ചിട്ടുണ്ട്. നമ്മളിന്നൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം. വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊരു ചമ്മന്തി. അതിന് കുറച്ച് മുളക് പൊടി ഇട്ട്, ഇത്ര ഉള്ളി ഇട്ട്, കുറച്ച് ഉപ്പിട്ട്, ഒരു ഇച്ചിരി പുളിയിട്ട്, ഇത്രയും പുളി അത് വെച്ചൊന്ന് അരച്ചിട്ട് വരട്ടെ. എല്ലാവരും ഇതിന് പുളി ഇടുമെന്ന് അറിയത്തില്ല, ഞാൻ പുളി ഇടുവേ. ഇതൊന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ, അരയ്ക്കത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാവേ. ഇത്ര ഒന്ന് ചതഞ്ഞാൽ മതി. അതാണ് ഒരു നെസ്റ്റു ചമ്മന്തി. അതായത് നമ്മളൊന്ന് കടുക് താളിച്ച് ഇതൊന്ന് ചിക്കിയെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡി. ഇച്ചിരി വെളിച്ചെണ്ണ മതി. കടുകിട്ട് പൊട്ടട്ടെ. ചെറിയ ഉള്ളി. യഥാർത്ഥത്തിൽ ഇത് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന ചമ്മന്തിയാണ്. എന്തിനും എവിടെയെങ്കിലും കഴിക്കാം. ഞാനിന്ന് വെള്ളയപ്പം ഉണ്ടാക്കി. പാലപ്പം ഉണ്ടാക്കാൻ അങ്ങ് ഭയങ്കര മെനക്കേടാണ്. അത് ഒഴിക്കണം, ചുറ്റിക്കണം, അടച്ച് വെക്കണം. ഇതാകുമ്പോൾ തവയിലോട്ട് കോരിയൊഴിക്കുക, അടച്ച് വെക്കുക, എടുക്കുക. രാവിലെ ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഈസ്റ്ററല്ലേ, പക്ഷേ രാവിലെ അപ്പത്തിന് ഞാൻ ചമ്മന്തിയാണ്. ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കഴിക്കാം. നമുക്ക് രാവിലെ സിമ്പിൾ. മുളക് പൊടിയിട്ട് മൂക്കട്ട നല്ല മാത്രം നമുക്ക് ഈ ചമ്മന്തി ഇതിനകത്ത് ഇട്ട് കൊടുക്കാവേ. നല്ലതായിട്ടൊന്ന് തോർത്തിയെടുക്കാം. ഈ ചമ്മന്തി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. കടുക് താളിച്ചായതുകൊണ്ട് നല്ലതായിട്ട് അതിൻ്റെ പച്ചച്ചോയൊന്ന് പോട്ടെ. ഉപ്പ്, പുളി, ചെറിയൊരു എരിവ് എല്ലാം കൂടെ ആകുമ്പോൾ സൂപ്പർ. നല്ല പൂ പോലത്തെ വെള്ളയപ്പം, നല്ല അടിപൊളി ചമ്മന്തി. ഇതാണ് മക്കളെ കോമ്പിനേഷൻ. ആഹാ, അന്തസ്.